ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ പാലുവാഴക്കയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാലോ. പാലുവാഴക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിന് സാബുനരി എന്നും ഇവിടെ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പിൽ പശുവിൻ പാലും എടുത്തിട്ടുണ്ട്, 1 കപ്പിൽ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയതാ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊഴിച്ച് കൊടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ, കാരണം ഇതൊരു മധുരമുള്ള ഐറ്റം ആണല്ലോ. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സാബുനരി അല്ലെങ്കിൽ ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചവ്വരി ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിലേക്കൊരു 2 ഏലക്കായ ചതുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാമെന്നല്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പച്ചവെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേവായത് മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ പാലിലായതുകൊണ്ടിട്ട് തന്നെ മനസ്സിലാവാൻ പ്രയാസമാണ്. ഇത് വേവായാലും മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാബുനരി ഒരു ഗ്ലാസ് ബോൾ പോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാബുനരി ഇതാ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ തന്നെ കട്ട് ചെയ്തോളണം എന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പഴം മുഴുവനായിട്ടും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ വേവിക്കുകയും ചെയ്യണം കേട്ടോ. ഇതിൽ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലുവാഴക്ക നല്ല മധുരമുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരം അത്ര വേണ്ട എന്നുള്ളവർക്ക് മധുരം കുറയ്ക്കാവുന്നതുമാണ്. പാലുവാഴക്ക മധുരത്തോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പഞ്ചസാര കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പാലുവാഴക്ക നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഇളക്കിയത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ പാർന്നതിന് ശേഷം ഒരുപാട് നേരം വേവിക്കാനായിട്ട് വെക്കരുത്. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് വറവിടാനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നെയ്യ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പശു നെയ്യാണ് കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിത് പാലുവാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലുവാഴയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കണ്ടാൽ ഒരു പായസത്തിൻ്റെ ലുക്കാണല്ലേ ഉള്ളത്. ഇഫ്താറിനും അല്ലാത്ത സമയത്തൊക്കെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് ചൂടോടെയും തണുത്തിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാലുവാഴക്കയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ ചൗവരി അല്ലെങ്കിൽ സാബുനരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ പാലുവാഴക്ക ഇതാ ഇവിടെ നല്ല പോലെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ പാലുവാഴക്ക റെസിപ്പിയുടെ പൂർണ്ണമാകുന്നു. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.